അഡ്വക്കേറ്റ് തൗഫിക് രാജൻ ഓരോ തെരഞ്ഞെടുപ്പിന് മുന്നേയും എന്തൊക്കെയോ ചെയ്യാൻ ശ്രമിക്കുന്നു രാഹുലും കൂട്ടരും. അതിനു മുന്നിൽ രാഹുൽ തന്നെ നിൽക്കുന്നു. പക്ഷെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വലിയ തിരിച്ചടികളായി മാറുന്നു. ഇങ്ങനെ മതിയോ നേതൃത്വം? ശ്രീ കൃഷ്ണരാജ്, അതായത് ബീഹാറിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് അങ്ങ് ഇത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തിയതെങ്കിൽ ഇവിടെ കഴിഞ്ഞ 2-3 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ്, അതായത് മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പാകട്ടെ, കഴിഞ്ഞ ഹരിയാന തെരഞ്ഞെടുപ്പാകട്ടെ, ഇപ്പോൾ അവസാനിക്കാൻ പോകുന്ന ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടാകട്ടെ, ഇത് കൃത്യമായി പ്രതിപക്ഷം ഉന്നയിക്കുന്ന വോട്ട് ചോരി ആരോപണം അത് അക്ഷരം പ്രതി ശരിവെക്കുന്ന തരത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. എന്തുകൊണ്ടെന്നാൽ അങ്ങടക്കം ചോദിക്കാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആരോപണം മുന്നോട്ട് വെക്കുന്നത്? ഏത് തരത്തിലുള്ള സാഹചര്യമാണെന്ന് ചോദിച്ചാൽ വളരെ കൃത്യമായി പറയാൻ കഴിയും. ഇവിടെ റിസൾട്ട് ഇന്ത്യ മുന്നണി പ്രതീക്ഷിച്ച റിസൾട്ട് പോലെയല്ല ഇത്തവണ റിസൾട്ട് ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള തർക്കമില്ല. ഇത്തരത്തിൽ ഒരു വലിയ ഡിസ്റ്റൻസ് വ്യത്യാസമുണ്ടാവുക എന്ന് പറയുന്നത് ഒട്ടും ഒരുപക്ഷെ അങ്ങക്കടക്കം അറിയാം, വിവിധ സർവേകൾ അടക്കം നടത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു, വിവിധ സർവേകൾ പുറത്തു വരുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഈ ഘട്ടങ്ങളിലെങ്ങും ഇത്തരത്തിൽ ഇന്ത്യ മുന്നണി വലിയ വ്യത്യാസം, വലിയ മാർജിൻ പുറകെ പോകും എന്ന് ഒരു സർവേകളും വിലയിരുത്തുന്ന സാഹചര്യമുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോൾ രാഹുൽ ഗാന്ധി അടക്കം മുന്നോട്ട് വെച്ച വോട്ട് ചോരി ആരോപണം അത് മഹാരാഷ്ട്രയുടെയും ഹരിയാനയുടെയും ഒക്കെ തുടർച്ചയായി ഇപ്പോൾ ബീഹാറിലും സംഭവിച്ചിരിക്കുന്നു എന്ന് വേണം വ്യക്തമാക്കാൻ. ഇത് സംബന്ധിച്ച് വളരെ കൃത്യമായി സംശയിക്കപ്പെടേണ്ട സാഹചര്യം, സാഹചര്യം നമുക്ക് മുന്നിലൂടെ കടന്നുപോവുകയാണ്. എന്തുകൊണ്ടെന്നാൽ ഇവിടെ ബി.ജെ.പി. ജെ.ഡി.യു സഖ്യമാണ് വിജയിച്ചത് എന്ന് സാങ്കേതികമായി നിങ്ങൾ നിയമപരമായി മുന്നോട്ട് പോകുന്നില്ല എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ ഉത്തരം എന്തായിരുന്നു? അതാണ് പ്രശ്നം. സ്ഥിരതയില്ലാത്ത നേതൃത്വം. നിങ്ങൾക്ക് ഏതെല്ലാം അവസരമുണ്ട് ഇങ്ങനെ ആളെ കൂട്ടൽ മാത്രമാണ് പണിയെന്ന് ധരിക്കാതെ നിയമപരമായി പോകൂ. ഇതിന്റെ ഒരു അറ്റം വേണ്ടേ? അല്ലാതെ പറഞ്ഞു പോകുന്നതിൽ എന്താണ് അർത്ഥം? ഒരു ആരോപണം ഉന്നയിക്കുക, മാറി നിൽക്കുക, അല്ലെങ്കിൽ യാത്ര പോവുക. അതിനപ്പുറത്തേക്ക് അത് കൃത്യമായി തെളിയിച്ച് ജനാധിപത്യത്തെ പുഷ്ടിപ്പെടുത്തൂ. കൃഷ്ണരാജ്, ചോദ്യം കഴിഞ്ഞെങ്കിൽ എന്റെ മറുപടി പൂർത്തിയാകുന്നവരെ ദയവായി അങ്ങ് ഇടപെടരുത്. അതിനുശേഷം അങ്ങേക്ക് എല്ലാവർക്കും പറയാൻ സമയം തരും. പക്ഷേ ചോദിക്കേണ്ട സമയത്ത് ഇടപെടും, ചോദിക്കും. അങ്ങ് തുടർന്നോളൂ. ശ്രീ കൃഷ്ണരാജ്, അതായത് ബി.ജെ.പി. ജെ.ഡി.യു സഖ്യം, ആ ബി.ജെ.പി. ജെ.ഡി.യു സഖ്യം ജയിച്ചു എന്ന് പറയുമ്പോൾ ആ ജയത്തിൽ ഒരുപാട് സംശയങ്ങൾ ബാക്കിയാവുകയാണ്. അങ്ങടക്കം ഇവിടെ സൂചിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി. എന്തുകൊണ്ട് ഇത്തരത്തിൽ മുന്നോട്ട് പോകുന്നില്ല? കൃഷ്ണരാജ്, ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, അതായത് ഹരിയാനയിലെ വോട്ട് ചോരി ആരോപണവുമായി ബന്ധപ്പെട്ട് തെളിവുകൾ അടക്കമാണ്, വെറും ഒരു ആരോപണമല്ല, കൃത്യമായ വോട്ടർ പട്ടിക AICC ആസ്ഥാനത്ത് ശ്രീ രാഹുൽ ഗാന്ധി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കൃത്യമായി വോട്ടർ പട്ടിക അടക്കം തെളിവുകൾ അടക്കം രേഖപ്പെടുത്തിക്കൊണ്ടാണ്, മാധ്യമങ്ങൾക്ക് മുന്നിൽ സമർപ്പിച്ചുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു വാർത്താ സമ്മേളനം നടക്കുന്ന സാഹചര്യമുണ്ടായത്. ആ വാർത്താ സമ്മേളനത്തിൽ കൃത്യമായ തരത്തിലുള്ള തെളിവുകൾ മുന്നോട്ട് വെച്ചപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന് കൃത്യമായ ഉത്തരം നാളിതുവരെ നൽകിയിട്ടില്ല എന്നുള്ളത് അങ്ങടക്കം പരിശോധിക്കപ്പെടേണ്ട സാഹചര്യമാണ്. അതിനിപ്പുറത്തേക്ക് 65 ലക്ഷം വോട്ടർമാരെ ബീഹാറിലെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അവരെ വെട്ടിമാറ്റപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. 2002 വോട്ട് ചെയ്തവർ, ഏറ്റവും ഒടുവിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തവർ, ഏറ്റവും ഒടുവിൽ ഏതാനും വർഷക്കാലം മുമ്പ് നടന്ന ഏറ്റവും അവസാനത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തവർ, ആ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ വോട്ട് ചെയ്ത ആളുകൾ ഒരു സുപ്രഭാതത്തിൽ വോട്ട് വെറ്റ് മാറ്റിപ്പെടുന്ന ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ്. പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോഴാണ് പല ആളുകളും തങ്ങൾക്ക് വോട്ടില്ല എന്ന തരത്തിലുള്ള സത്യം തിരിച്ചറിയുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഈ 65 ലക്ഷം പേരുടെ വോട്ട് വെട്ടിമാറ്റിയിട്ട് അവരുടെ ലിസ്റ്റ് ചോദിച്ചിട്ട്, കൃഷ്ണരാജ് അങ്ങക്ക് അറിയാമോ, ഇന്ന് ഈ നിമിഷം വരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വെട്ടിമാറ്റിയ ആളുകളുടെ ലിസ്റ്റ് പുറത്തുവിടാൻ തയ്യാറായിട്ടില്ല എന്ന് പറയുന്നിടത്താണ് എന്നുള്ള ആരോപണം ശരിവെക്കുന്ന സാഹചര്യം. അതാണ് ഞാൻ സ്ഥിരതയില്ലായ്മ എന്ന് ചോദിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തരില്ല എന്ന് പറഞ്ഞാൽ അവരോട് പിണങ്ങി മാറി നിൽക്കണോ? എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരത്തിൽ മുന്നോട്ട് വെക്കുന്നില്ല? ശ്രീ കൃഷ്ണരാജ്, എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി, ഉത്തരവാദിത്തപ്പെട്ട ഒരു പാർലമെന്റ് അംഗം, ഉത്തരവാദിത്തപ്പെട്ട ഒരു ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി.ജെ.പിയുടെ സഖ്യകക്ഷി, അനൗദ്യോഗികമായ സഖ്യകക്ഷിയാണ്, പക്ഷേ ഔദ്യോഗികമായ സഖ്യകക്ഷിയല്ല. ഒരു ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, ഉത്തരവാദിത്തപ്പെട്ട പദവിയിൽ ഇരിക്കുന്ന ഒരാൾ ഇത്തരത്തിലൊരു ആരോപണം മുന്നോട്ട് വെച്ചപ്പോൾ വെറും ആരോപണമല്ല,
തെളിവ് സഹിതം മുന്നോട്ട് വെക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോ ഈ 65 ലക്ഷം പേരുടെ വോട്ടർ പട്ടികയിലെ വെട്ടിമാറ്റപ്പെട്ട ആളുകളുടെ ലിസ്റ്റ് പുറത്തു വിടണമെന്ന് ആവശ്യപ്പെട്ടപ്പോ ആ ഉത്തരവാദിത്തപ്പെട്ട അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് ഉത്തരം പറയാൻ അല്ലെങ്കിൽ ആരോപണം ഉന്നയിച്ച ബഹുമാനപ്പെട്ട കോടതിയെ സമീപിക്കട്ടെ, നിയമപോരാട്ടം നടത്തട്ടെ എന്ന് പറയുന്നതാണ് അതിന്റെ ശരി നിലനിൽക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഈ രാജ്യത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് തെളിവുകളാണ്. നിയമ സംവിധാനത്തിന് മുന്നിലാണ് അന്തിമ തീരുമാനം ഉണ്ടാകേണ്ടത്. തെളിവുകൾ ഉണ്ട് എങ്കിൽ എന്തുകൊണ്ട് നിയമപരമായി മുന്നോട്ട് പോകുന്നില്ല എന്ന് ഞാനല്ല ചോദിക്കുന്നത്. ദിവസങ്ങൾക്ക് മുൻപ് ഒരു മാധ്യമപ്രവർത്തകർ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായി ഇതേ രാഹുൽ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തിരുത്തലല്ല എൻ്റെ പണി എന്നാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ചോദിച്ചത്. നിങ്ങൾ കോൺഗ്രസ്സുകാരുടെ നിലയ്ക്ക് ഊറ്റം കൊള്ളണം, ഊർജം ഉണ്ടാകണം, ഒരു സംശയവും വേണ്ട. എൻ്റെ ചോദ്യം അതാണ്, എന്തുകൊണ്ട് മുന്നോട്ട് പോകുന്നില്ല? ഒരിടത്ത് പറഞ്ഞ് അവസാനിപ്പിച്ചു മാറി നിൽക്കുന്നത് എന്തിനാണ്? തെളിയിക്കൂ. എവിടെയാണ് കൃഷ്ണരാജ്? രാഹുൽ ഗാന്ധി ഒരിടത്ത് മാത്രം പറഞ്ഞു വെച്ചത്. ഇത് ഏത് ഘട്ടമാണ്? രാഹുൽ ഗാന്ധി 2-3 വാർത്താ സമ്മേളനമാണ് ഈ വോട്ട് ചോദ്യവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന സാഹചര്യം ഉണ്ടായത്. നിങ്ങൾ രാഹുൽ ഗാന്ധി എവിടെ തെളിവ് പുറത്തുവിടുന്ന എവിടെ എന്ന തരത്തിലടക്കം ഈ രാജ്യത്തെ ഭരണപക്ഷം, അതായത് BJP NDA കക്ഷികൾ മുന്നോട്ട് വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ രാഹുൽ ഗാന്ധി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഒരു ബൾക്കായിട്ടുള്ള ഇല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു വീട്ടു നമ്പറിൽ തന്നെ കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്തുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ, രണ്ടാം ഘട്ടത്തിൽ ഒരു പ്രത്യേക വിഭാഗത്തിലെ ആളുകളെ മാത്രം ഇല്ലെങ്കിൽ ഒരു വിഭാഗം ആളുകളെ വെട്ടിമാറ്റുന്ന സാഹചര്യം, വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റുന്ന സാഹചര്യത്തിലൂടെ കടന്നുപോയി അതിന്റെ തെളിവുകൾ പുറത്തുവിട്ടു. മൂന്നാം ഘട്ടത്തിൽ രാഹുൽ ഗാന്ധി അടക്കം പുറത്തുവിട്ട ആരോപണം നമുക്ക് മുന്നിലൂടെയുണ്ട്. വോട്ടർ പട്ടികയിൽ ഒരു യുവതിയുടെ അടക്കം, ഒരു ബ്രസീലിലെ മോഡലിന്റെ അടക്കം ചിത്രങ്ങൾ നമ്മൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കിയതാണ്. എത്രത്തോളം വോട്ടുകളാണ് അവരുടെ പേരുകൾ തന്നെ ഉള്ളത് എന്ന് നമ്മൾ കണ്ടറിഞ്ഞതാണ്. ഇത്തരത്തിലുള്ള വലിയ ഗുരുതരമായിട്ടുള്ള ആരോപണം പുറത്തു വന്നപ്പോ ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തുടരുന്ന നിസ്സംഗത ഞാൻ അങ്ങയോട് 1-2 ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ഹരിയാനയിലെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും ഒടുവിൽ രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള ആരോപണം പുറത്തുവിടുന്ന സാഹചര്യം ഉണ്ടായത്. ക്ഷമിക്കണം, ആ ഘട്ടത്തിൽ രാഹുൽ ഗാന്ധി ഈ ഹരിയാനയിലെ വോട്ടർ പട്ടിക തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ വളരെ കൃത്യമായി പഠനം നടത്തിയ 6 മാസങ്ങൾക്ക് ഇപ്പുറമാണ് ഇത്തരത്തിൽ കൃത്യമായ തെളിവുകളോടുകൂടി ഇത്തരത്തിൽ പുറത്തുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആ ഘട്ടത്തിൽ പുറത്തുവിടുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ 0 നമ്പർ എന്ന് പറയുന്ന ഒരു പ്രതിഭാസം, അത് ഹരിയാനയിലെ വോട്ടർ പട്ടികയിൽ ശ്രീ കൃഷ്ണരാജ് അങ്ങ് കണ്ടിട്ടുണ്ടാകും. 0 നമ്പർ എന്തിനാണ് ചേർക്കുന്നതെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ചോദിക്കുമ്പോൾ, വീടില്ലാത്ത എത്രയോ മനുഷ്യർ ഈ നാട്ടിലുണ്ട്, അവർക്കൊക്കെ ചേർക്കണ്ടേ, അവർക്കാണ് ഈ പറയുന്ന 0 നമ്പർ കൊടുത്തത് എന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ പറഞ്ഞു വെക്കുന്ന കാര്യം. എന്റെ കൃഷ്ണരാജെ, ഹരിയാനയിലെ കണക്കെടുത്തപ്പോ അപ്പർ മിഡിൽ ക്ലാസ്സുകൾപ്പെട്ട ആളുകളാണ്, ഈ BJPയുടെ കൊടി കെട്ടിയ വീടുകളുള്ള ആളുകളാണ് ഈ 0 നമ്പർ വീട്ടിൽ താമസിക്കുന്നത് എന്ന് പറയുമ്പോ വ്യക്തമല്ലേ, കൃത്യമല്ലേ? ഒരു തരത്തിലും കണ്ടുപിടിക്കാൻ പാടില്ല. ഒരു തരത്തിലും ഇലക്ഷൻ കമ്മീഷന് മേൽ ആരോപണം ഉണ്ടാകുമ്പോ ഇല്ലെങ്കിൽ ഇത്തരത്തിൽ ചോദ്യം ഉണ്ടാകുമ്പോ രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികൾക്ക്, ഇന്ത്യ മുന്നണിയിലെ ആളുകൾക്ക് ഒരു തരത്തിലും ഇത് കണ്ടുപിടിക്കാൻ പാടില്ല എന്നുള്ള കൃത്യമായിട്ടുള്ള അജണ്ടയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ 0 നമ്പർ വോട്ടടക്കം വീട്ടു നമ്പറിലടക്കം വോട്ടുകൾ ചേർക്കുന്ന സാഹചര്യം ഉണ്ടായത്.